മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ, അവർക്ക് എണിച്ചു കിടക്കാൻ പറ്റിയിരുന്നോ. അപ്പം നമ്മൾ ഹെൽത്ത് സ്പാൻ എന്നാണ് പറഞ്ഞത്. ഹെൽത്ത് സ്പാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ പ്രായമല്ല നോക്കുന്നത്, വണ്ടി അവസാന കാലം വരെ ഓടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഹെൽത്ത് മാത്രമല്ല, ഹെൽത്ത് സ്പാൻ, പൂർണ്ണമായ ആരോഗ്യം നിങ്ങൾക്ക് അവസാന കാലത്ത് ഉണ്ടായിരുന്നോ, അവസാന കാലത്ത് പെണ്ണും പിടക്കോഴിയായിട്ടൊക്കെ ജീവിക്കാൻ പറ്റുമായിരുന്നോ, ലൈംഗികമായ ബലം ഉണ്ടായിരുന്നോ, ഉറക്കമുണ്ടായിരുന്നോ, ആഹാരം എടുത്ത് കഴിക്കാൻ പറ്റുമായിരുന്നോ, പോസ്റ്റ് ഓഫീസിൽ പോകാൻ പറ്റുമായിരുന്നോ, ഡ്രൈവിംഗ് ചെയ്യുമായിരുന്നോ, പുസ്തകം വായിക്കുമായിരുന്നോ. ഇത് കണ്ണടച്ച് കിടപ്പായിരുന്നു പറയുകയാണെങ്കിൽ അത് ജീവിതമല്ലല്ലോ. അപ്പം എഫിഷ്യൻസി എന്ന് പറഞ്ഞതാണ് നമ്മുടെ ആവശ്യം. അപ്പം 100 വയസ്സുള്ളവർ 50 പേര് മരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 99 വയസ്സുള്ളവർ 50 പേര് മരിക്കുന്നുണ്ട്, 98 വയസ്സുള്ളവർ 50 പേര് മരിക്കുന്നുണ്ട്, 85 വയസ്സിന് മുകളിലുള്ള ഒരുപാട് പേര് മരിക്കുന്നു. അപ്പം ഇപ്പോൾ 85 വയസ്സോ 70 വയസ്സോ ഉള്ള ആളുകളെ നമ്മൾ വിചാരിച്ചാൽ 100 വയസ്സിലേക്ക് എത്തിക്കാൻ ഒരു പ്രയാസമില്ല. സാധിക്കുമെന്നാണ് പറയുന്നത്. സാധിക്കും. തെളിയിച്ചിട്ടുണ്ടോ? അതല്ലേ എൻ്റെ അച്ഛനൊക്കെ. അച്ഛൻ എത്ര 5 പ്രാവശ്യം മരിച്ചിട്ടുണ്ടാവും. അപ്പോഴൊക്കെ ഇതൊക്കെ ചെയ്തിട്ടില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മൾ വയസ്സ് കൂടി വരുന്ന ആളുകളോട് നമ്മൾ വ്യായാമത്തിന്റെ കാര്യവും ആഹാരത്തിന്റെ കാര്യവും പിന്നെ അസുഖം വന്നാലും മരുന്നിനേക്കാളുപരി മരുന്നില്ലാതെ ജീവിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചും ഇപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്ക് 2 തരത്തിൽ നിങ്ങൾ ചികിത്സിക്കാം. പ്രമേഹത്തിന് കുറെ മരുന്ന് തരും, മരുന്ന് കഴിച്ച് ജീവിക്കും. ഈ മരുന്ന് പറ്റിയില്ലെങ്കിൽ വേറൊരു മരുന്ന്. ഞാൻ പറഞ്ഞ മരുന്നേ വേണ്ട, ഭക്ഷണം ശരിയാക്കിക്കൊള്ളു, വ്യായാമം ചെയ്യ്, മരുന്ന് ഒഴിവാക്കാൻ നോക്ക്, തൽക്കാലം ഇംഗ്ലീഷ് മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്ത് പൊക്കോ എന്നാ ഞാൻ പറഞ്ഞത്. എനിക്ക് മറിച്ച് പറഞ്ഞോളേ. അല്ല, ഇംഗ്ലീഷ് മരുന്ന് വേണ്ടെന്ന് പറയുന്നില്ലല്ലോ. അല്ല, ഇംഗ്ലീഷ് മരുന്ന് ഇപ്പൊ വേണ്ടെന്നല്ല പറഞ്ഞത്. ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് നിർത്തിയിട്ട് തലകുത്തനാകാൻ പാടില്ലല്ലോ. മനസ്സിലായി. ക്രമേണ കുറയ്ക്കാം. അത് 6 മാസം കൊണ്ട് മരുന്ന് കളയണം. അല്ലാതെ മരുന്ന് ഇല്ലാതാവണം. അതിനാണ് നിങ്ങൾ ആഹാരം മാറ്റുന്നത്. സാധാരണ ഒരു 3 ആഴ്ച കൊണ്ടൊക്കെ മരുന്നില്ലാതാക്കാൻ പറ്റും. പക്ഷെ അത്രയും കടുത്ത ശിഷ്യന്മാരല്ലല്ലോ ആളുകൾ. ആളുകൾ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി ജീവിക്കുന്നവരല്ലേ. എനിക്ക് കൊച്ചിന്റെ പിറന്നാളിന് പായസം കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരല്ലേ. അപ്പൊ അതാണ് നമ്മുടെ ആവശ്യം. എന്താണെന്ന് വെച്ചാല് നമ്മളെ ആരോഗ്യം തന്നെ പ്രധാനം. 100 വയസ്സെന്ന് പറയുന്നത് 100 വയസ്സ് നമ്മുടെ ഒരു മൈൽ സ്റ്റോണാണ്. 100 വയസ്സ് വരെ ജീവിക്കാൻ ആഗ്രഹം ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരോഗ്യം ഉണ്ടായിരിക്കുക, രോഗമില്ലാതിരിക്കുക. അപ്പൊ പണ്ട് നമുക്ക് ആസ്മ മാറില്ലായിരുന്നു, കഫം മാറില്ലായിരുന്നു. ഇപ്പൊ വാ അടച്ചു വെക്കുന്നതിന് കഫമില്ല. പണ്ട് നമുക്ക് ഡയബറ്റീസ് മാറില്ലായിരുന്നു. ഇപ്പം ഭക്ഷണം മാറ്റിയ ഡയബറ്റീസ് ഇല്ല. പണ്ട് നമുക്ക് പ്രഷർ മാറില്ലായിരുന്നു. വ്യായാമം ചെയ്യുന്ന പ്രഷറില്ല. വ്യായാമം ചെയ്യുകയും രക്തം കുതിപ്പിക്കുകയും ചെയ്യാൻ പ്രഷറില്ല. പിന്നെ പണ്ട് നമുക്ക് പല കാര്യങ്ങളും മരുന്നില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് മരുന്ന് ആവശ്യമില്ല ജീവിത രീതി കൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് WHO പറഞ്ഞത് ഈ പറയുന്ന എല്ലാ അസുഖങ്ങളും ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി മാറാതെ രോഗങ്ങൾ മാറും. അപ്പൊ ജീവിതശൈലി ഇടപെടാനുള്ള വഴി എന്താണ്? 1 ശ്വാസത്തിൽ ഇടപെടുക, കൂർക്കം വലിക്കാതിരിക്കുക, വാടച്ചുറങ്ങുക. 2 വെള്ളം കുടിക്കുന്നതിന് അളവ് കൃത്യമാക്കുക. വെള്ളമാണ് ശരീരത്തിലെ ഏറ്റവും പ്രധാനം. 70% വെള്ളമാണ്. ഈ ഭൂമിയിൽ 70% വെള്ളം, കരയും 30%. അതുപോലെയാണ് ശരീരത്തിൽ 70% വെള്ളം, കര 30%. ആ 30%-ൽ പ്രോട്ടീനുകളാണ് 20%. 7% കൊഴുപ്പ്, 3% വിറ്റാമിൻ. അപ്പൊ നമ്മൾ വിറ്റാമിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ പഴങ്ങൾ വാരിച്ചിട്ട് കാര്യമില്ല. വെറും 3%-ന് വേണ്ടി ഒരു പഴത്തിന്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ആപ്പിൾ എ ഡേ എന്ന് പറയുന്നത്. അതല്ലേ? എന്നാ പിന്നെ 5 കിലോ ആപ്പിൾ ആണെന്ന് വേണ്ടെന്ന് പറയുമോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ വെജിറ്റബിൾ സലാഡ് ഇഷ്ടം പോലെ കഴിക്കണമെന്നാണ്. സാലഡുകളെ കുറിച്ചിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞത്. സാലഡുകളുള്ള പ്രശ്നം അറിയാം. ഇപ്പൊ ഒരു ക്യാൻസർ പോലെ രോഗങ്ങൾ വന്ന ആളുകൾ ആദ്യം പറയുന്നത് എന്താണ്? വേവിക്കാത്ത ഭക്ഷണമേ കൊടുക്കരുത്. എന്താ കാര്യം? നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരുന്നത് വേവിക്കാത്ത ഭക്ഷണം. വേവിക്കാത്ത ഭക്ഷണമാണ്, പഴമാണെങ്കിൽ പോലും വേവിക്കാതെ കൊടുക്കാൻ പാടില്ല ക്യാൻസർ വഴി. എന്നുവെച്ചാൽ കംപ്ലീറ്റ്
നമുക്ക് ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ബാക്ടീരിയ ഒഴിവാക്കും. അതായത് മറ്റ് ബാക്ടീരിയകൾ ജീവിക്കുന്ന സ്ഥലമാണ് ഈ വേവിക്കാത്ത ഭക്ഷണം. സലാഡ് അപ്പോൾ സാലഡുകളുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് റോഡിൽ കിടന്ന പച്ചിലൊക്കെ നുള്ളിക്കൊണ്ടുവന്ന് സാലഡാക്കി കഴിക്കും. പേരിന് വെള്ളത്തിൽ കഴുകും. ഒരിക്കലും പോകും. വെള്ളത്തിൽ കഴുകിയതുകൊണ്ടൊന്നും മാറില്ല. ഇതിന് സംവിധാനങ്ങൾ വേറെയാണ്. പൂവായിരിക്കുമ്പോൾ അതിനകത്ത് മുട്ടയിടും ഉള്ളിൽ വണ്ടുകൾ പൂവില്. അത് കായാകുമ്പോൾ കായ്ക്കകത്ത് ഈ വണ്ടിന്റെ കൃമി ഉണ്ടാവും. അത് പഴുക്കുമ്പോൾ ആ കൃമി അവിടെ നിന്ന് തുറന്നു കിട്ടും. ഈ കോളിഫ്ലവർ അങ്ങനെയാണ് ഈ കായ്ക്കകത്ത് കൃമി ഉണ്ടാവുന്നത്. അങ്ങനെ അറിയാം. കായ പൂവായിരിക്കുമ്പോൾ പൂവിനകത്ത് വണ്ട് വന്ന് മുട്ടയിടും. അത് കായാവുമ്പോൾ അങ്ങനെ ഇരിക്കും. അത് പഴുത്ത് കഴിയുമ്പോൾ ആ മുട്ട വിരിയും. അത് പുഴുവായി കായ്ക്കകത്തുനിന്ന് പുറത്തേക്ക് വരും. അല്ലാതെ പഴങ്ങൾ പഴുക്കുമ്പോൾ കൃമി വരുന്നത് എങ്ങനെയാണ്? മാങ്ങയ്ക്കകത്ത് കണ്ടിട്ടില്ലേ? മാങ്ങയ്ക്കകത്ത് കൃമി വരുന്നത് എങ്ങനെയാണ്? ഫ്രിഡ്ജ് വെച്ചാലും കൃമി വരും. എന്താ കാര്യം? പൂവിൽ നിന്നാണ് കൃമി വരുന്നത്. ആദ്യമേ ഉണ്ട്. അപ്പൊ വേവിച്ചാലോ ചത്തു. അപ്പൊ അത് മാങ്ങ പച്ചക്ക് കഴിച്ചാലോ പഴുത്ത് കഴിച്ചാലോ ആ കൃമി ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ വയനാട്ടിൽ